അതായത് നമ്മൾ റിപ്പോർട്ട്സ് കണ്ടു 2026 IPL കളമഴിഞ്ഞതോടുകൂടി ഇവരുടെ T20 ക്യാപ്റ്റൻസി എന്ന പോസ്റ്റിലോട്ട് ശ്രേയസ് അയ്യരെയും സഞ്ജു വി സാംസണും ഒക്കെ BCCI ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. എന്നാൽ അവിടെ ഒട്ടും BCCI ആലോചിക്കാത്തൊരു പേരാണ് രജത് പാട്ടിഡാറിൻ്റേത്. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഫ്രാഞ്ചൈസ് ലീഗ് എന്ന് നമ്മൾ വിളിക്കുന്ന IPL തുടർച്ചയായി 2 തവണ ഒരു ടീമിനെ കിരീടത്തിലേക്ക് എത്തിച്ച ഒരു ക്യാപ്റ്റൻ, അദ്ദേഹത്തിന് ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻസി ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥവത്ത് എന്താണ്? രജത് പട്ടിഡാർ ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് അല്ലേ? ഷോർട്ട് ബോളിനെ പ്രഹരിക്കാൻ മിടുക്കനല്ലേ? ശ്രേയസ് അയ്യറിനേക്കാളും സെന കൺട്രീസിൽ ഇന്ത്യക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ബാറ്റർ അല്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ക്യാപ്റ്റൻസി ഹാൻഡ് ഓവർ ചെയ്തുകൂടാ? തുടർച്ചയായി 2 തവണ, ആദ്യം ശ്രേയസ് അയ്യറിൻ്റെ പഞ്ചാബിനെ, രണ്ടാമത് ശുഭ്മാൻ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസിനെ, ഇരുവരെയും തോൽപ്പിക്കുമ്പോൾ ഇന്ത്യ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ നിലവിലുള്ള ക്യാപ്റ്റന്മാരെയൊക്കെ തോൽപ്പിച്ച ഒരു ക്യാപ്റ്റനാണ് മധ്യപ്രദേശുകാരനായ രജത് പട്ടിഡാർ എന്ന ക്യാപ്റ്റൻ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു സന്തുലിത ടീമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള ടീമുകൾ സന്തുലിതമല്ല? അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചറാണ് അവിടെ. സഞ്ജു വി സാംസണ് അവിടെ ഒരു അവസരമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. അതൊരു മലയാളി ആയതുകൊണ്ടല്ല, മറിച്ച് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ താരങ്ങൾ പണ്ട് ക്യാപ്റ്റനായ ചരിത്രമൊക്കെ ഉണ്ട്. വിരാട് കോഹ്ലി നമ്പർ 1 T20 ബാറ്റർ, പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് 2 തവണ. ഇതുകൊണ്ടൊക്കെ അദ്ദേഹം ഒരു ക്യാപ്റ്റനായിരുന്നു, രോഹിത് ശർമ്മയൊക്കെ മറികടന്നു. അതുപോലെ തന്നെ MS ധോണി അറിയാലോ, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായി വന്ന്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്ഥിരത കൊണ്ടാണ് ധോണിക്ക് ക്യാപ്റ്റൻസി ലഭിച്ചത്. ഇനി അതിനപ്പുറത്തേക്ക് രോഹിത് ശർമ്മ 5 IPL ക്യാപ്റ്റൻ, 5 IPL ട്രോഫിയുള്ള ക്യാപ്റ്റൻ എന്ന ഒരു സ്വാധീനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. സൂര്യകുമാർ യാദവ് നമ്പർ 1 T20 ബാറ്റർ ആയതുകൊണ്ടാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായത്. പക്ഷേ രജത് പട്ടിഡാർ 2 തവണ തുടരെ IPL കിരീടം നേടിയിട്ടും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി എന്നൊരു ടാസ്ക് BCCI നൽകുന്നില്ല. സഞ്ജുവിനെയും ശ്രേയസിനെയും ഒക്കെ ആ ഒരു കാൻഡിഡേറ്റായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് രജത്തിനെ തന്നെയാണ്. ഇക്കുറി IPL 501 റണ്ണുമുണ്ട്, ക്യാപ്റ്റനായിട്ട് അദ്ദേഹം റൺസും അടിച്ചിട്ടുണ്ട്. സോ ഹി ഈസ് ഓൾസോ എ കാൻഡിഡേറ്റ് ഹു ഈസ് ഐഡിയൽ ടു ബിക്കം ഇന്ത്യസ് T20 ക്യാപ്റ്റൻ. കാരണം 2 വർഷത്തിനപ്പുറം മാത്രം നടക്കുന്ന ഒരു T20 വേൾഡ് കപ്പാണ്. ഗ്രൂം ചെയ്താൽ ഈ പറഞ്ഞ രജത്തും റണ്ണുകൾ അടിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു 40 or 50 അടിച്ചാൽ മതി. നമ്പർ 4 ബാറ്ററായിട്ട് സെന കൺട്രീസിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ബോളുകളെ ഏറ്റവും മികച്ച രീതിയിൽ പ്രഹരിക്കുന്ന ഒരാളായിരിക്കണം. ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ കളിച്ചു പോയ പരിചയം കൂടി ഉള്ളത് കൊണ്ട് തന്നെ രജത് പട്ടിഡാർ അത്യാവശ്യം സ്ട്രോങ് ഫോർവേഡ് ഷോട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം ചുമ്മാ അവിടെ ഇവിടെയും കിണുക്കി അടിക്കുന്ന ഒരു പ്ലെയർ അല്ല, മറിച്ച് ഫ്രണ്ട് ഓഫ് ദ വിക്കറ്റിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരം കൂടിയാണ്. RCBക്ക് വേണ്ടി ഇത്രയും പെർഫോമൻസ് ചെയ്ത അദ്ദേഹത്തെ ഇന്ത്യ സങ്കല്പിക്കുന്നു പോലുമില്ല എന്ന് പറയുമ്പോൾ അത് കുറച്ചധികം സങ്കടജനകമാണ്. കാരണം ഓൾറെഡി ആ 11 പേരെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2030 വരുമ്പോഴത്തേക്കും വൈഭവ് സൂര്യവംശി ഒരു കാൻഡിഡേറ്റ് വരും ഓപ്പണിങ്ങിൽ. അപ്പോൾ ഓൾറെഡി സഞ്ജു വി സാംസണൊക്കെ അവിടെ നിന്ന് റിമൂവ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എല്ലാവർക്കും പ്രഷറാണ്. എനിക്ക് തോന്നുന്നു 2028 T20 വേൾഡ് കപ്പൊക്കെ കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള ഒരു ഏജ് എന്ന് പറയുന്ന സംഭവം ശരിക്കും ഒരു 20-30 ആയി ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമേൽ സ്റ്റാർസാണ് BCCI ഒരുക്കി വെക്കുന്നത്. അതിപ്പോൾ ഒരു അണ്ടർ-16 ടൂർണമെൻറ്റിൽ പെർഫോം ചെയ്താലും, ഒരു അണ്ടർ-19 ടൂർണമെൻറ്റിൽ പെർഫോം ചെയ്താലും, ഒരു അണ്ടർ-23 ടൂർണമെൻറ്റിൽ പെർഫോം ചെയ്താലും, സീനിയർ കാറ്റഗറിയിൽ പെർഫോം ചെയ്താലും അവരെയൊക്കെ കൊണ്ടുവന്ന് COE സെൻറ്റർ ഓഫ് എക്സലൻസിലിട്ട് അവരെ നല്ല മിനുക്കിയെടുത്ത് അടുത്ത ഇന്ത്യയുടെ സ്റ്റാർസ് ആക്കാനായിട്ട് എല്ലാവരെയും പ്രാപ്തരാക്കുന്ന ഒരു രീതിയാണ് BCCI കാണിക്കുന്നത്. സോ അത് തന്നെയാണ് BCCIയുടെ ഗുണം. ബട്ട് ഈ ഒരു 2 വർഷത്തിനപ്പുറത്തേക്ക് നടക്കാൻ പോകുന്ന T20 വേൾഡ് കപ്പിൽ സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കാത്തതിൻ്റെ ഒരു കാരണം ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തെ ശുഭ്മാൻ ഗില്ലിനെ പോലെ വെച്ച് ഒന്നുകൂടി പരീക്ഷിക്കാനുള്ള ഒരു തീരുമാനം. അതല്ല എങ്കിൽ അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കണം, ഇന്ത്യ അദ്ദേഹത്തെ വെച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ രജത്തിനെയും ശ്രേയസിനെയും ഒക്കെ ഇന്ത്യക്ക് മാറി മാറി നമ്പർ 4 പരീക്ഷിക്കാം. സൂര്യ പുറത്തായ സ്ഥിതിക്ക് ശുഭ്മാൻ ഗിൽ തന്നെയാണ് ഐഡിയൽ നമ്പർ 3 ബാറ്റർ എന്ന് ഞാൻ പറയും. നമ്പർ 4 തിലക് വർമ്മ വരികയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഗുണവും ചെയ്യും. ഇഷാൻ കിഷൻ ഓൾറെഡി പെർഫോം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ശുഭ്മാൻ ഗില്ലിന് അവിടെ അവസരം നിഷേധിക്കപ്പെടുന്നത്. എന്തായാലും ഈ ഒരു T20 വേൾഡ് കപ്പ്, വരാൻ പോകുന്ന T20 വേൾഡ് കപ്പ് ഇന്ത്യ എങ്ങനെ പ്ലാൻ ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. വൈഭവ് സൂര്യവംശിയെ കൺസിഡർ ചെയ്യാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെന കൺട്രീസ് കൂടി ആകുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനൊക്കെ ഒരുപാട് വാല്യൂ വരും. അപ്പോൾ ചുമ്മാ കയറി പ്രഹരിക്കുന്നതല്ല, ഷോർട്ട് ബോളുകളെ പ്രഹരിക്കാൻ വൈഭവും കുറച്ച് പിന്നോട്ടാണ്. അദ്ദേഹം സ്ലാപ്പാണ് ചെയ്യുന്നത്, അത്രയും വലിയ കൺട്രോളൊന്നുമില്ല. ഏത് സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുത്ത് ഇന്ത്യക്ക് തിരിച്ചടി നൽകാനായിട്ട് ഏത് എതിരാളിക്കും സാധ്യമാകും. പക്ഷേ
മിന്നിയാൽ ഭയങ്കര ഒരു തിളക്കവും നമുക്ക് ലഭ്യമാകും. എന്തായാലും വരാൻ പോകുന്ന ഇന്ത്യയുടെ 2028 T20 വേൾഡ് കപ്പ് ടീമിലോട്ട് ആരായിരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട ഒന്ന് തന്നെയാണ്.